ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ജർമ്മനിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരേഡാണ് കാർണിവൽ ഉംസുക്. ഇത് ജസ്റ്റ് ഒരു ഫൺ പരേഡ് മാത്രമല്ല കേട്ടോ, ഇതിന് ബിഹൈൻഡിൽ ഒരു ഡീപ്പ് ഹിസ്റ്ററി കൂടെ ഉണ്ട്. ജർമ്മനിയിലെ കാർണിവലിനെ കാർണിവൽ ഫാഷിംഗ് അല്ലെങ്കിൽ ഫാസ്നാക്ട് എന്നും പറയും. ഇത് റീജിയൻ അനുസരിച്ച് പേര് മാറി വരുമെങ്കിലും കോൺസെപ്റ്റ് സെയിം തന്നെയാണ്. ആക്ച്വലി ഇതൊരു ക്രിസ്ത്യൻ ട്രഡീഷനിൽ നിന്നാണ് വരുന്നത്. ഫാസ്റ്റിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈസ്റ്ററിന് മുൻപ് എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പരേഡാണ് ഇത്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ജർമ്മനിയിലെ തന്നെ ഹനോവർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന കാർണിവൽ സെലിബ്രേഷന്റെയാണ്. ആക്ച്വലി ഹാനോവറിൽ കാർണിവൽ സെലിബ്രേഷൻ 17th സെഞ്ചുറി മുതൽ റെക്കോർഡിലുണ്ട്. പക്ഷേ 19th സെഞ്ചുറിയിലാണ് സൊസൈറ്റീസ് ഫോം ചെയ്യുകയും അതൊരു വലിയൊരു ഓർഗനൈസ്ഡ് പരേഡായിട്ട് മാറുകയും ചെയ്തത്. ഈ കാർണിവൽ പരേഡ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് റൈൻലാൻഡ് റീജിയനിലാണ്. കൊളോൺ, ഡുസൽഡോഫ് എന്നീ സ്ഥലങ്ങളിലെ കാർണിവല് വളരെ ഫേമസ് ആണ്. ഹാനോവറിലെ ലോവർ സക്സോണിയിലാണ് പിന്നുള്ള ബിഗ്ഗസ്റ്റ് കാർണിവൽ പരേഡ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഒരുപാട് ഫ്ലോട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ പൊളിറ്റിക്കൽ, സോഷ്യൽ ഇഷ്യൂസും വേൾഡ് ഇവന്റ്സും ഒക്കെ അവർ ഭയങ്കര ഫണ്ണി ആയിട്ടും സർക്കാസ്റ്റിക് സ്റ്റൈലും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പോലെയാണ്. ആൾക്കാർ അവരുടെ സൊസൈറ്റിനെ കമന്റ് ചെയ്യുകയാണ് ഇതിലൂടെ അവർ കാണിക്കുന്നത്. പക്ഷെ ഒരു ഹ്യൂമറസ് വേയിലായിരിക്കും. ഇവരുടെ ഈ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഡാൻസിങ് ഗ്രൂപ്പ്സിനും ഇവരുടെ ഈ മാർച്ചിങ് ബാൻഡ്സ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ആൾക്കാർ 2-3 മാസം മുമ്പേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഓരോ വർഷവും ഇവർ കാർണിവൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഓരോ മെസ്സേജ് ആയിരിക്കും കമ്മ്യൂണിറ്റിക്ക് പാസ് ചെയ്യുന്നത്. 2026 മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് യൂണിറ്റിയും ഹാപ്പിനെസ്സും ആണ്. അതായത് നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ വേൾഡ് സിറ്റുവേഷനൊക്കെ ഉണ്ടായാലും ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് ഡാൻസ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുക, അതാണ് ഇവരുടെ കാർണിവൽ സ്പിരിറ്റ്. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ല, ഇവരുടെ ഒരു ട്രഡീഷൻ കൂടിയാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് ചോക്ലേറ്റ് വണ്ടിയിൽ നിന്നൊക്കെ വലിച്ചെറിയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെ ഒരു കമീലി എന്നാണ് പറയുന്നത്. പക്ഷേ കുട്ടികൾ മാത്രമായിരിക്കില്ല കേട്ടോ, നമുക്ക് വലിയ ആൾക്കാർക്കും ഏജ് ഡിഫറൻസ് ഇല്ലാതെ എല്ലാവരും എൻജോയ് ചെയ്യുകയും എല്ലാവരും ചോക്ലേറ്റ് എടുക്കുകയും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മളവിടെ കാണുന്നത്. സോ നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ കാർണിവൽ സീസൺ അറ്റൻഡ് ചെയ്യേണ്ടതാണ്.